മൗലിദിന്നൂറിൽ കാണാം കല്ലായി മുഹമ്മദ് എന്നൊരാൾ. അദ്ദേഹം പറയുന്നതായി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ ഒരു സയ്യിദ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ്, അവരെന്നോട് പറഞ്ഞു. എന്താ കല്ലായി മുഹമ്മദിൻ്റെ സംഭവം? അദ്ദേഹം ആദ്യകാല ഷെയ്ഖുനായുമായി പിന്നീട് നല്ല ബന്ധമായാളാണ്. ആദ്യകാലത്ത് ഷെയ്ഖുനായിട്ട് അറിയില്ല. അദ്ദേഹം ദാരിദ്ര്യത്തിൽപ്പെട്ട് വീടിൽ ഒന്നുമില്ല, ഭക്ഷണമില്ല, ഒരു അരിമണി പോലും ഇല്ലാതെ പട്ടിണിയായ ടൈമിൽ അദ്ദേഹം എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബത്തിന് എന്തെങ്കിലും കൊണ്ടുവന്ന് കിടക്കണമെന്ന നിലക്ക് വീടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആൾ കല്ലായിക്കാരനാണെങ്കിൽ നടക്കുന്നത് വയനാടോ ഏതോ ഭാഗത്താണ്. അങ്ങനെ ഒരു കാട്ടിലൂടെയാണ് നടക്കുന്നത്. കുറേ അങ്ങനെ ആയപ്പോൾ മുന്നിൽ ഒരാളങ്ങനെ കണ്ടു. മുഖം ഈ ഭാഗത്തേക്കല്ല, അയാൾ നടക്കുകയാണ്. അപ്പോൾ പിന്നിലിങ്ങനെ നോക്കിയപ്പോൾ ഒരു പണ്ഡിതനെ പോലെ തോന്നി വേഷത്തിൽ. അപ്പോൾ അദ്ദേഹം ആരാണ് ഒന്ന് അദ്ദേഹത്തെ കാണുന്ന നിലയ്ക്ക് ഇദ്ദേഹം ഒന്ന് വേഗത്തിൽ നടന്നു. പക്ഷേ എത്ര വേഗത്തിൽ നടന്നിട്ടും എത്തുന്നില്ല. അയാളാണെങ്കിലോ വേഗത്തിൽ നടക്കുന്നുമില്ല, മെല്ലെ നടക്കുന്നുള്ളൂ. പക്ഷേ ഇയാൾ എത്ര ശക്തിയായി നടന്നിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ പിന്നെ ഇയാൾ ഓടാൻ തുടങ്ങി. അപ്പോൾ അയാൾ അവിടെ നിന്നു, പക്ഷേ ആളേക്ക് എത്തുന്നില്ല. ഓടാൻ തുടങ്ങിയപ്പോൾ മെല്ലെ നടക്കുന്ന ആൾ നിന്നുപോയി. നിന്ന ആളിലേക്ക് ഓടിയിട്ടെത്തുന്നില്ല. കുറേ ഓടി കിതച്ചപ്പോൾ ഷെയ്ഖുനായ അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. സിയമായിരുന്നു അത്. തിരിഞ്ഞു നിന്നു. അപ്പോൾ ചെന്നിട്ട് കൈ കൊടുത്തു. അപ്പോൾ ഷെയ്ഖുനായുടെ ശരീരം അടുത്ത് നിൽക്കുന്നതായി അയാൾ കാണുകയാണെന്നർത്ഥം. ലോകത്താണ് ഷെയ്ഖുന ഉള്ളത്. അയാൾക്ക് ഷെയ്ഖുനാനോട് ബന്ധപ്പെടാൻ അള്ളാഹു ഒരു ചാൻസ് കൊടുക്കുന്നു, ഷെയ്ഖുന ഒരു ചാൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ്. കൈ കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ജോലി എനിക്ക് ദ്വാരക്കണം, ഞാൻ എൻ്റെ കുടുംബം വല്ലാത്ത പട്ടിണിയിലാണ്. എവിടെയാണ് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എന്നാൽ വീട്ടിലേക്ക് പോകാം. നേരെ യാത്ര നിർത്തി ഷെയ്ഖുനയുമായി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവിടെ വീടിൽ ഒരു സൗകര്യമില്ല. ചെറിയൊരു ചെറ്റക്കുടിൽ, ഒരടുക്കളയുണ്ട്, കെട്ടിയുണ്ടാക്കിയ വേറൊരു റൂമുണ്ട്, അതുപോലെ പിന്നെ കൊലായിയാണ്. അതിലൊരു മൂച്ചിയുടെ മാവിൻ്റെ ഒരു പലക ഇട്ടിട്ടുണ്ട്. അത് നിലത്ത് ഇങ്ങനെ ഒരു 2 മുട്ടിയുടെ മേലിട്ടതാണ്, പൊക്കത്തിലൊന്നുമല്ല. അങ്ങ് ഷെയ്ഖുന കുറേ അങ്ങ് കിടന്നു. ഷെയ്ഖുന അങ്ങനെ വരുന്നത് കണ്ട ആ നാട്ടുകാരനായ ഒരാൾ, ഷെയ്ഖുനാൻ്റെ സ്റ്റേജും ഷെയ്ഖുനാൻ്റെ നാവും ഒക്കെ അറിയുന്ന ഒരാൾ കൂടെ വന്നിരുന്നു. അതിനവിടെ കിടന്ന് ഈ വിവരം ഇയാൾ പലരും അറിയിച്ചു. കാരണം ഷെയ്ഖുനാനെ കിട്ടൽ അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ വിവരം അറിഞ്ഞവരെല്ലാം ഓടി വരികയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. മുറ്റമാകെ ആളുകൾ നിറഞ്ഞു. അദ്ദേഹം പറയുന്നു, തങ്ങളാപ്പാനോട് പറഞ്ഞു, തങ്ങളാപ്പ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ മുറ്റം നിറഞ്ഞിരിക്കുന്നു ആളുകൾ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഷെയ്ഖുന പറഞ്ഞു, ഭക്ഷണമുണ്ടാക്കുക. ഒരു അരിമണി വീട്ടിലില്ല. അദ്ദേഹം ഓടി പറ്റ് വാങ്ങുന്ന കടയിൽ പറ്റ് തരാതെ ആയിട്ടുണ്ട്, കാരണം പൈസ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട്. അയാളോട് ചെന്നിട്ട് പറഞ്ഞു, 1 കിലോ അരി, 1/2 കിലോ ചെറുപയരും, വേറൊന്നും വേണ്ട, എൻ്റെ വീട്ടിലൊരു വലിയ ഒരു അതിഥി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ഭക്ഷണമായി കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞു. അദ്ദേഹം അത് കൊടുത്തു. ഈ 1 കിലോ അരിയും 1/2 കിലോ ചെറുപയരുമായി വീട്ടിൽ വന്ന് പെട്ടെന്ന് അത് അടുപ്പത്തിട്ട് വേവിക്കാൻ വെച്ച്. ഷെയ്ഖുനായി വന്ന ആളുകൾ അങ്ങനെ ഷെയ്ഖുനാൻ വന്ന് കൈ പിടിക്കുന്നു. അയാൾ അപ്പോൾ വിഷമം പറയുമ്പോൾ വിഷമത്തിന് പരിഹാരം പറയും, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഈ 500-ൽ പരം ആളുകൾ അതുപോലെ അവിടെ തടിച്ചുകൂടി. ആരും വിട്ടില്ല, ഭക്ഷണം കഴിച്ച് പോകാമെന്നാണ് പറഞ്ഞത്. 1 കിലോ അരി കൊണ്ട് ഭക്ഷണം കഴിച്ച് എങ്ങനെ പോകും? അങ്ങനെ ഇയാളാകെ ബേജാറായി. ഭാര്യയോട് പറഞ്ഞ്, എന്താ നമ്മൾ കാട്ടുക, മൂപ്പരെല്ലാവരും പിടിച്ചു വെച്ചിരിക്കുന്നു, ഭക്ഷണം കഴിച്ച് പോകാമെന്നാണ്. അങ്ങനെ അവസാനം കുറേ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഭക്ഷണം വെന്തോ, ആയോ? ആയിട്ടുണ്ട്. ഭക്ഷണപാത്രം കൊണ്ട് കൊണ്ടുവരിക. 2 പാത്രത്തിലാണ് ഈ 2 സാധനം, വേറൊന്നുമില്ല, വെറും ചോറും ഇപ്പുറത്ത് വെറും ചെറുപയർ വേവിച്ചതും. അത് 2 കൂടി ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ ചെറുപയരെടുത്തിട്ട് ഭക്ഷണപാത്രത്തിലേക്ക് ഇട്ട് ഷെയ്ഖുന അതൊന്ന്, അദ്ദേഹത്തിനോട് പറഞ്ഞത് കിളുമ്പി എന്നാണ്, അത് അതൊന്ന് കുഴച്ചിട്ട് ഓരോരുത്തരെ വിളിച്ച് വലിയ ഓരോ ഉരുളകൾ അങ്ങ് കൊടുക്കുക. 2 കൈയിലും ബഹുമാനത്തോടു കൂടെ. നമ്മളൊരാളേക്കൊന്നൊരു സാധനം വാങ്ങുമ്പോൾ 2 കൈയും കാട്ടിയിട്ട് ബഹുമാനത്തിൽ വാങ്ങണം. 2 കൈയും കാട്ടിയിട്ട് ഇങ്ങനെ വാങ്ങി അതിങ്ങനെ തിന്ന്. അടുത്ത് കിണറുണ്ട്, അതിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നും പറഞ്ഞു. അവർ വീട്ടിൽ തന്നെ കിണറുണ്ട്. അങ്ങനെ ആളുകൾ ഇത് തിന്ന് വെള്ളം കുടിക്കുന്നു. അതൊരു ഔഷധവുമാണ് അവരുടെ കൈ കൊണ്ട് കിട്ടിയാൽ. അങ്ങനെ ആ പങ്കെടുത്തവരുടെ എല്ലാവരുടെ റിപ്പോർട്ട് എന്താണ്? ഇദ്ദേഹം പറയുന്നത്, അന്നത്തെ പോലെ പള്ള നിറഞ്ഞ ദിവസമില്ല. അങ്ങനെ ഷെയ്ഖുന എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് പെരക്കാരനായ മുഹമ്മദിനോട് പറഞ്ഞ്, ഭക്ഷണം കഴിച്ചോ? ഇല്ല. അപ്പോൾ അവർക്കും കൊടുത്തു അതുപോലെ ഒരു പിടി, ഭാര്യയ്ക്കും കൊടുത്തു പിടി, വീട്ടിലുള്ള മറ്റുള്ളവർക്കും കൊടുത്തു ഓരോ പിടി. അത് കഴിഞ്ഞ് ഷെയ്ഖുന അല്പം എടുത്ത് വായിലിട്ട് ഷെയ്ഖുന അങ്ങ് ഇറങ്ങിപ്പോയി. കല്ലായി മുഹമ്മദ് പറയുന്നതായി തങ്ങൾ പറയുന്നത്, അന്ന് രാത്രി എൻ്റെ വീട്ടിൽ ആ പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്, പിറ്റേ ദിവസവും ആ പാത്രത്തിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് എന്നല്ല, ആ പാത്രത്തിലൊരു വിരലിൻ്റെ അടയാളം പോലും ഇല്ല, നിറഞ്ഞു നിൽക്കുന്നു ഭക്ഷണം. ഒമിനല്ലസീരി സഖാ വഅത്അമ ജൈശഹു
യസീറുഹു ലം യംഫദീ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒമിനൽ യസീരി സഖാ, അല്പം ഭക്ഷണത്തിൽ നിന്ന് സഖാ, അല്പം വെള്ളത്തിൽ നിന്ന് അല്പം ഭക്ഷണത്തിന് സഖാ കുടിപ്പിച്ചു, വതഅമ തീറ്റിച്ചു ജയ്ഷഹു അവിടുത്തെ സ്വഹാബിമാർക്ക്. അക്തക്തഫൗ അവർക്കെല്ലാം പള്ള നിറഞ്ഞിട്ടുണ്ട്, മതിയായിട്ടുണ്ട്. വയസീറുഹു ലം യംഫദീ, അല്പം പോലും അതിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. മുത്ത് റസൂലുള്ളാഹിൻ്റെ ഇത്തിബാഅ് കൊണ്ട് കിട്ടിയതാണ് ഖുതുബുൽ ആലം സി.എം. വലിയുള്ളാഹിക്ക് ഇത് വല്ലാത്തൊരു കറാമത്ത്. അങ്ങനെ എത്ര സംഭവങ്ങൾ.